Praise God. Welcome to the journey through the Bible books. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹോശയ്യ പ്രവാചകൻ്റെ പുസ്തകമാണ്. അതായത് ലെസൺ 43 ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. പലപ്പോഴും ഹോശയ്യ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾക്ക് വളരെ പരിചയമുള്ളതായ ഒരു പുസ്തകമല്ല, പലപ്പോഴും വായിക്കുന്ന പുസ്തകമല്ല. ചിലപ്പോഴൊക്കെ ഇതിനകത്തുള്ള കഥ എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ പെട്ടെന്ന് വായിച്ചു വിടുന്നതായ അനുഭവങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ നമ്മൾ ഈ പുസ്തകം മൊത്തമായിട്ട് പഠിക്കുമ്പോൾ ദൈവത്തിന് നമ്മോടൊരു കഥ പറയാനായിട്ടുണ്ട്. ആ കഥ പറയണമെങ്കിൽ ദൈവത്തിന് നേരെ വന്ന് പറയുവാനായിട്ടുള്ള പ്രയാസമാകയാൽ ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്ത് ഹോശയ്യയോട് പറയുകയാണ്, നിൻ്റെ ജീവിതത്തിൽ നീ ഇങ്ങനെയൊക്കെ ഈ അനുഭവത്തിൽ കൂടെയൊക്കെ കടന്നു പോയിട്ട് എൻ്റെ ഭാഷയായിട്ട് നീ ഈ ജനത്തോട് സംസാരിക്കണം എന്ന് പറയുന്നതായ ഒരു പുസ്തകമാണ് ഹോശയ്യ പ്രവചനം എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലൊക്കെ നമ്മൾക്ക് കാണാം, ദൈവം ജനത്തോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മോശയോട് സംസാരിക്കുമ്പോൾ മുഴുവനായിട്ട് തന്നെ അവരുടെ മുമ്പിൽ കാണിക്കാതെ പാറയുടെ വിള്ളലിൽ കയറ്റി നിർത്തിയിട്ട് മുൻപോട്ട് പോകുമ്പോൾ പുറകു ഭാഗം മാത്രം കണ്ടുകൊണ്ട് കാണുന്നതായ ഒരു മോശ, നിൻ്റെ മുഖമൊന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു മോശ, ദൈവത്തെ കണ്ടാൽ മരിച്ചു പോകും എന്ന് ഭയപ്പെടുന്നതായ ഒരു കൂട്ടം ജനങ്ങൾ. അങ്ങനെയാണ് പഴയ നിയമത്തിൽ ദൈവത്തെ നമ്മൾ കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് മറ്റൊരു രീതിയിലാണ് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം മനുഷ്യനായി മനുഷ്യ സാദൃശ്യം എടുത്തുകൊണ്ട് നമ്മളുടെ ഭാഷയിൽ സംസാരിക്കുന്നു, നമ്മൾ കഴിക്കുന്ന ആഹാരം കഴിക്കുന്നു, നമ്മളുടെ വേദന അവൻ അനുഭവിക്കുന്നു, ദാഹവും വിശപ്പും എല്ലാം അവൻ അനുഭവിക്കുന്നു. ശിഷ്യന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വയലുകളിൽ കൂടെയും പർവ്വതനിരകളിൽ കൂടെയും ഒക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മോടൊപ്പമുള്ളതായ ദൈവം നമ്മുടെ ഒരു സ്നേഹിതനെ പോലെ സംസാരിക്കുന്നു. പുതിയ നിയമത്തിൽ യേശു ചുറ്റുപാടുമുള്ളതായ വയലുകളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അവിടെ നിൽക്കുന്നതായ ആ അത്തിവൃക്ഷത്തെയൊക്കെ ചൂണ്ടിക്കൊണ്ട് ശിഷ്യന്മാരെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഒരു മനുഷ്യനായി കടന്നു വന്ന് സംസാരിക്കുമ്പോൾ പഴയ നിയമത്തിൽ അങ്ങനെ നമുക്ക് മനുഷ്യനായി വരുന്ന ഒരു ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ക്രിസ്റ്റോഫനി എന്ന് പറയുമ്പോൾ ഒരു ദൈവപുരുഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ദാനിയേലിൻ്റെയും ഒക്കെ മുമ്പിൽ വന്ന് ചില സമയങ്ങൾ പ്രത്യക്ഷപ്പെട്ടു, അതിനുശേഷമായിട്ട് പോയി. എങ്കിൽ തന്നെയും ഒരു മനുഷ്യനായിട്ട് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ദാനിയേലിന് കഴിഞ്ഞില്ല എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇവിടെ പഴയ നിയമത്തിൽ ഹോശയ്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൻ ഒരു സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായിട്ട് പഴയ നിയമത്തിൽ കാണുവാൻ വേണ്ടി ദൈവം അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ട് കാണാം. പുതിയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായിരുന്നു, യേശുവിൻ്റെ മാറോട് ചേർന്ന് ഇരുന്നതായ ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഹോശയ്യ എന്ന് പറയുന്നതായ പ്രവാചകനെ ദൈവം വിളിക്കുക. അപ്പോൾ പറയുകയാണ്, എനിക്ക് ചില മെസ്സേജുകൾ എൻ്റെ ജനത്തോട് പറയുവാനായിട്ടുണ്ട്. ആ മെസ്സേജൊക്കെ പറയണമെങ്കിൽ ആ അനുഭവങ്ങൾ നിൻ്റെ ജീവിതത്തിലൊന്ന് അനുഭവിച്ചറിഞ്ഞിട്ട് ആ ഹൃദയഭാരത്തോടും എങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ ആ ഒരു ഭാഷയിലും ആ ഒരു ചിന്തയിൽ കൂടെയും മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ എൻ്റെ പ്രവൃത്തി നിന്നിൽ കൂടെ നിവർത്തിക്കപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് ഹോശയ്യ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും ഈ ചിത്രം നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ അത് ആരുടെ കഥയാണ് എന്ന് നമ്മൾക്ക് ചിലപ്പോൾ മനസ്സിലാകുവാനായിട്ട് പ്രയാസമായിരിക്കും. എന്നാൽ ഈ പുസ്തകം പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയട്ടെ, ചില വേദ പഠിതാക്കളൊക്കെ പറയുന്നത്
ഇത് ഹോശേയയുടെ ചരിത്രം തന്നെയാണ്. ഹോശേയയെ ദൈവം ഈ രീതിയിൽ നടത്തുന്നത് ദൈവത്തിൻ്റെ ഒരു ഹിതമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഹോശേയ ഈ ഇസ്രായേൽ രാജ്യത്ത് വടക്കേ ദേശത്ത് ജനിച്ച് വളർന്നു. അവൻ്റെ ചെറുപ്പത്തിൽ അവനൊരു ഭാര്യയെ കണ്ടെത്തി, ഗോമെർ എന്ന് പറയുന്നതായ ആ സുന്ദരിയായ ആ ഭാര്യ. എന്നാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവനെ വിട്ടിട്ട് പരസംഗത്തിന് വേണ്ടി പോകുന്നതായ ഒരു വലിയ വേദനാജനകമായ ഒരു സംഭവം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ ദൈവം കടന്നു വന്ന് ഇവനോട് പറയുക, ഈ പരസംഗത്തിൽ ജീവിക്കുന്നതായ നിൻ്റെ ഭാര്യയുടെ അടുത്തിലേക്ക് ചെന്നിട്ട് അവളെ തിരിച്ചു കൊണ്ടുവരിക, അവളെ നിൻ്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ സ്നേഹിച്ച് നിൻ്റെ മക്കളെയൊക്കെ ഒരു രൂപാന്തരത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതായ മെസ്സേജ് അവർക്ക് കൊടുക്കുവാൻ നിൻ്റെ ജീവിതവും നിൻ്റെ ഹൃദയഭാരവും ഹൃദയവേദനയും ആ ഭാഷയും എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹോശേയയെ വിളിച്ച് പഴയ നിയമത്തിൽ ഒരു പ്രവാചകനായിട്ട് നിയമിക്കുന്നതായിട്ട് ഉള്ള കാര്യമാണ് ഈ പുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനിയും നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഹോശേയയുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു, എന്നാൽ നമ്മൾക്ക് വീണ്ടും അല്പം കൂടെ പഠിക്കുവാനായിട്ടുണ്ട്. പിന്നീട് ഹോശേയയുടെ വിവാഹവും കുടുംബവും എന്നുള്ളതായ വിഷയം, അതും ഏകദേശമൊക്കെ ഞാൻ ഒരു വാചകത്തിൽ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ തുടർന്ന് നമ്മൾക്ക് ഈ ബുക്കിൽ ഉടനീളം ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് വീണ്ടും നമ്മൾ ചിന്തിക്കുന്നത് ഈ കുടുംബ പ്രശ്നങ്ങളും സമുദായത്തിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ ലോ. സമുദായത്തിന് ഒരു ലോയുണ്ട്, അതിനെ എങ്ങനെ ഓവർകം ചെയ്യുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ദൈവം അതിനെ ഓവർകം ചെയ്യുവാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതായ കാര്യം നമ്മൾ ഇന്നത്തെ ലെസണിൽ ചിന്തിക്കും. പിന്നീട് നമ്മൾ ചിന്തിക്കുന്നത് പാപികളെ ശിക്ഷിക്കുന്നതായ ഒരു ദൈവമാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. പാപത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചുവേ പറ്റുകയുള്ളൂ. എന്നാൽ അതോടൊപ്പം തന്നെ അതിന് ചേർന്ന് പഠിപ്പിക്കുന്നതായ പാപികളെ സ്നേഹിക്കുന്നതായ ഒരു ദൈവം. എങ്ങനെയാണ് ഈ പാപികളെ ദൈവത്തിന് സ്നേഹിപ്പാനായിട്ട് കഴിയുന്നത് എന്ന് ഉള്ളതായ കാര്യം ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലും ജാതികളോടുള്ള ബന്ധത്തിലും പഠിപ്പിക്കുന്നതായ ഒരു പുസ്തകമാണ് ഈ ഹോശേയ പ്രവചനം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ആരായിരുന്നു ഈ ഹോശേയ എന്ന് നോക്കുമ്പോൾ, ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ ഹോശേയ പ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ അത് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഇങ്ങനെയാണ് വായിക്കുന്നത്: ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്തും, എന്ന് പറഞ്ഞാൽ യഹൂദയിൽ തെക്ക് ഭാഗത്തുള്ളതായ രാജ്യമായിരുന്ന യഹൂദയിലുള്ളതായ ഈ രാജാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വടക്കേ രാജ്യമായ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ, ഇസ്രായേൽ രാജാവായ യോവാശിൻ്റെ മകനായ യെരോബെയാമിൻ്റെ കാലത്തും ബെയോരിയുടെ മകനായ ഹോശേയയ്ക്ക് ഉണ്ടായ ദൈവത്തിൻ്റെ അരുളപ്പാട് എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് അറിയാം ഇസ്രായേൽ രാജ്യം ശലോമോൻ്റെ ശേഷം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. തെക്കേ രാജ്യം എന്ന് പറയുന്നത് യഹൂദ രാജ്യം, വടക്കേ രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ രാജ്യത്താണ് കൂടുതൽ വിഗ്രഹാരാധന അവിടെ ഉണ്ടായത്. അവരെയാണ് ആദ്യമായിട്ട് പ്രവാസത്തിലേക്ക് അശൂരിലേക്ക് കൊണ്ടുപോയത് എന്ന് നമ്മൾക്ക് അറിയാവുന്നതായ കാര്യമാണ്. അങ്ങനെയുള്ളതായ വടക്കേ രാജ്യത്താണ് ഈ ഹോശേയ ജനിച്ചത് എന്ന് എഴുതിയിരിക്കുന്നു. അവിടെയുള്ളതായ രാജാക്കന്മാരുടെ ചരിത്രം, ഉസിയ രാജാവ് എന്ന് പറയുമ്പോൾ യെശയ്യാവ് ഒക്കെ ജീവിച്ചിരുന്നതായ ആ കാലത്ത് യെശയ്യാവിൻ്റെയൊക്കെ സമകാലികനായി ജീവിച്ചിരുന്നതായ ഒരു വ്യക്തിയാണ് ഈ ഹോശേയ എന്ന് പറയുന്നതായ പ്രവാചകൻ. ഇനിയും ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രവാസത്തിന് മുമ്പുള്ളതായ കാലം, പ്രവാസകാലം, അതുപോലെ തന്നെ പ്രവാസത്തിന് ശേഷമുള്ള കാലം എന്നീ 3 കാലഘട്ടങ്ങളിലായിട്ടാണ് ഇസ്രായേലിലെ പ്രധാനമായ ഈ പ്രവാചകന്മാരൊക്കെ ജീവിച്ചിരുന്നത്. അവരുടെ പുസ്തകങ്ങൾ നമ്മൾ ആ രീതിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ യെശയ്യാവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നതായ ഈ ഹോശേയയ്ക്ക് ദൈവം
ഈ വടക്കേ രാജ്യമായ ഇസ്രയേൽ അശൂരിലേക്ക് പ്രവാസത്തിന് പോകുന്നതിന് മുമ്പായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു വാണിങ് ഒക്കെ ചേർത്ത് എഴുതിക്കൊണ്ടാണ് ഈ പുസ്തകത്തിൽ നമ്മൾക്ക് ഹോശേയയെ കാണുന്നത്. അതോടൊപ്പം തന്നെ തെക്കേ രാജ്യമായ യഹൂദയിലും താൻ സഞ്ചരിക്കുകയും അവിടെയുള്ള ജനങ്ങളോടും ഒക്കെ ഈ ഹോശേയ പ്രവാചകൻ ഈ ദൂത് അറിയിച്ചതായിട്ടാണ് ഈ 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ യെശയ്യാവിൻ്റെ സമകാലികൻ ആയിരുന്നു എന്നും ഈ പ്രവാസത്തിന് മുമ്പ് ജനങ്ങളെ അവരുടെ പാപത്തെക്കുറിച്ച് ബോധ്യമാക്കുന്നവനായിരുന്നു എന്നും നമ്മൾ പഠിച്ചുവല്ലോ. എന്നാൽ ഞാൻ ആദ്യത്തെ തന്നെ ഇൻട്രഡക്ഷനായി പറഞ്ഞതുപോലെ ഈ ഹോശേയയുടെ കുടുംബം എങ്ങനെയായിരുന്നു എന്ന് നോക്കുമ്പോൾ ഈ വടക്കേ രാജ്യത്തെ മനോഹരമായ ഒരു വില്ലേജിൽ അവിടെ ജനിച്ച് വളർത്തപ്പെട്ടു. ചെറുപ്പകാലത്ത് വളരെ ജീവിതമൊക്കെ മനോഹരമായിരുന്നു. വിവാഹത്തിലേക്ക് പ്രവേശിച്ചു. ഇവിടെ നമ്മൾ പറയുന്നത് പോലെ ഗോമേർ എന്ന് പറയുന്നതായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അങ്ങനെ സുഖകരമായി ജീവിക്കുന്നതായ അവസരത്തിൽ പെട്ടെന്ന് ഈ പരസംഗത്തിലേക്ക് അവൾ കടന്നുപോയി. എന്ന് പറഞ്ഞാൽ ജാരന്മാരുടെ കൂടെ അവൾ കൈവിടപ്പെട്ടുപോയി. അങ്ങനെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതായ ഒരു ഭാര്യ, കുറേ കാലമായിട്ട് യാതൊരു ബന്ധവുമില്ലാതിരുന്നതായ കാര്യമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ഒരു ഭർത്താവിൻ്റെ ഈ ഹൃദയഭാരം അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്നതായ പ്രയാസങ്ങൾ, പ്രതികാര ചിന്തകൾ ഒക്കെ നമ്മൾക്ക് ഇമാജിൻ ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളതായ ഒരു ഹോശേയയോട് ഭാര്യ പരസംഗത്തിലേക്ക് പോയിരിക്കുന്നതായ ഒരു ഹോശേയയാണ് ദൈവം വിളിച്ചിട്ട് ദൈവം ഒരു പ്രത്യേക മെസ്സേജ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി കൊടുക്കുകയാണ്. നിൻ്റെ ഈ ഹൃദയഭാരത്തോടു കൂടെ നിൻ്റെ ഈ ജീവിതത്തിലെ എക്സ്പീരിയൻസ് അവരോട് നിൻ്റെ ഭാഷയിൽ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിടുന്നതായ ഒരു ചരിത്രമാണ് അവിടെ നമ്മൾക്ക് കാണുന്നത്. അവിടെ ഭാര്യയോടൊരു മെസ്സേജുണ്ട്, ആ മക്കളോടൊരു മെസ്സേജുണ്ട്, ഇസ്രായേൽ മക്കളോടൊരു മെസ്സേജുണ്ട്, അതുപോലെ തന്നെ ജാതികളോടൊരു മെസ്സേജുണ്ട്, അന്നത്തെ കാലത്തെ ആളുകളോടൊരു മെസ്സേജുണ്ട്, ഇന്ന് ജീവിക്കുന്നതായ നമ്മളോടും ഒരു മെസ്സേജ് ഈ പുസ്തകത്തിൽ നിന്നും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. ഇങ്ങനെ ഒരു വഴി പിഴച്ചു പോയതായ ഒരു ഭാര്യ, കുടുംബത്തെ മൊത്തമായി നശിപ്പിച്ച ഭാര്യ, തൻ്റെ ഒരു പ്രതികാര ചിന്ത നാച്ചുറലായിട്ടൊരു മനുഷ്യൻ, ഒരു കുടുംബസ്ഥൻ, ഒരു ഭർത്താവ് എന്ന നിലയിൽ തീർച്ചയായിട്ടും അവരുടെ ഹൃദയത്തിൽ ഉണ്ടായി കാണും എന്ന് നമ്മൾക്ക് അറിയാം. എന്നാൽ അങ്ങനെയുള്ളതായ അവസ്ഥയിലാണ് ദൈവം അവൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ഒരു മെസ്സേജ് കൊടുക്കുന്നതായിട്ട് കാണുന്നത്. എന്തായിരിക്കാം അവൻ്റെ ഹൃദയത്തിൽ കൂടെ കടന്നുപോയതായ ചിന്ത? ഈ മോശയുടെ ന്യായപ്രമാണമൊക്കെ നല്ലവണ്ണം അറിയാവുന്നതായ ഒരു മനുഷ്യനായിരുന്നിരിക്കണം ഈ ഹോശേയ എന്ന് പറയുന്നത്. കാരണം ദൈവത്തോട് നല്ല ബന്ധമുള്ളവനായിരുന്നു, ദൈവിക നിയമങ്ങൾ അറിയാവുന്നവനായിരുന്നു, ദൈവത്തിൻ്റെ പ്രവാചകനായി വിളിക്കപ്പെടണമെങ്കിൽ വചനത്തിൽ നിശ്ചയമുള്ളവനായിരുന്നിരിക്കണം. അവൻ പഴയ നിയമത്തിൽ മോശയുടെ നിയമങ്ങൾ ഇങ്ങനെയുള്ളതായ വിഷയത്തെക്കുറിച്ച് നോക്കുമ്പോൾ അവിടെ പല കഠിനമായ നിയമങ്ങളുമാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ലേവ്യ പുസ്തകം 20-10 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ മോശ കൊടുത്തിരിക്കുന്നതായ നിയമം, മോശ മാത്രമല്ല ദൈവം കൊടുത്തിരിക്കുന്നതായ നിയമം മോശയിൽ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന, ഒരുത്തൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്ന വ്യഭിചാരിയും വ്യഭിചാരിണിയും രണ്ടുപേരും മരണശിക്ഷ അനുഭവിക്കണം. അതാണ് പഴയ നിയമത്തിലെ നിയമം അനുശാസിക്കുന്നത്. ഒരു പരസംഗത്തിലേക്ക് ഒരു ഭാര്യ പോയി കഴിഞ്ഞാൽ അവളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പരസ്യമായിട്ട് അവിടെ നിർത്തി അവർക്ക് മരണശിക്ഷ അനുഭവിക്കണം എന്നുള്ളത് പഴയ നിയമത്തിലെ വ്യവസ്ഥയായിരുന്നു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളതായ നിയമങ്ങൾ പല സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതൊന്നും നമ്മൾക്ക് വായിച്ച് പോകുവാനായിട്ടുള്ള സമയമില്ലാത്തത് കൊണ്ട് ഇവിടെ ഞാൻ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ മാത്രമേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഇവിടെ
ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ അറിയാവുന്നതായ ഹോശേയ ചിന്തിച്ച് കാണും. ഈ ഗോവർണറെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ സൊസൈറ്റിയുടെ മുമ്പിൽ നിർത്തിയിട്ട് അവരെ കൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലിക്കണോ എന്നുള്ളതായ ക്വസ്റ്റ്യൻ അവൻ്റെ ഹൃദയത്തിൽ ചിലപ്പോൾ വന്നേക്കാം. ചിലപ്പോൾ ക്ഷമയുടെ ആ ചിന്തകൾ വന്നേക്കാം. ചിലപ്പോൾ വൈരാഗ്യത്തിൻ്റെ ആ ചിന്തകളും ദേഷ്യവും ഒക്കെ അവൻ്റെ ജീവിതത്തിൽ വന്നേക്കാം. എങ്കിലും ഇവിടെ ദൈവം ഇവനോട് പറയുകയാണ്, നീ അവളെ സ്നേഹിക്കണം. നീ ഈ വ്യഭിചാരത്തിൽ ജീവിക്കുന്നതായ അവളെ എന്ന് പറഞ്ഞാൽ ഈ ഹോശേയ പ്രവചനം 1-ാം അധ്യായം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമായിട്ട് 2-ാമത്തെ വാക്യത്തിൽ ഉടൻ തന്നെ ഈ കഥ ആരംഭിക്കുകയാണ്. അവിടെ പറയുന്നത്, യഹോവ ഹോശേയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ചതായ മക്കളെയും എടുക്ക എന്ന് പറയുന്നു. അപ്പോൾ അവരുടെ മക്കൾ ആരാണെന്ന് അവരുടെ അപ്പനെന്ന് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ പരസംഗത്തിൽ പോയി പരസംഗത്തിൽ ജനിച്ചതായ മക്കളാണ്. അവരെ ഹോശേയ ചെന്ന് അഡോപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് വിളിച്ചു കൊണ്ടുവരുമ്പോൾ ഭവനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയാണ്. അവളെ സ്നേഹിക്കണം. അത് വളരെ ഈസി ആയിട്ടുള്ളതായ ഒരു കാര്യമല്ല. ഇങ്ങനെയുള്ളതായ തെറ്റ്, ഇങ്ങനെയുള്ളതായ പ്രതികാര മനസ്സോടുകൂടെ ഇരിക്കുന്ന ഒരാൾക്ക് ക്ഷമിക്കുവാനായിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പാപികളായിരിക്കുമ്പോൾ തന്നെ നീ ചെന്ന് അവളെ സ്നേഹിക്കുക, അവളെ സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശു ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വരുമ്പോൾ മനുഷ്യഭാഷയിൽ നമ്മൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ നിയമങ്ങൾ ഒക്കെ അറിയാവുമ്പോൾ ആ നിയമത്തിൻ്റെ മുൻപിൽ കൂടെ ആ നിയമങ്ങളെ ഒക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് യേശു പറയുന്നതായ കാര്യം എന്താണെന്ന് നമ്മൾ ഈ സമയത്ത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. യേശുവിൻ്റെ അടുക്കൽ വ്യഭിചാരത്തിൽ പിടിച്ചതായ ഒരു സ്ത്രീയെ കൊണ്ട് ഇതാ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനങ്ങളും എല്ലാം കല്ലെടുത്തുകൊണ്ട് പ്രതികാരം ചെയ്യുവാൻ വേണ്ടി ആ രക്തദാഹത്തോടുകൂടി അവിടെ യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഗുരു, മോശയുടെ കൽപ്പന ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീയെ പിടിച്ചുകൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലണം. ഇതാ അങ്ങനെ ചെയ്യുവാൻ കൽപ്പിക്കുക, അല്ലെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള അനുവാദം ചോദിക്കുമ്പോൾ യേശു പറയുന്നത്, നിങ്ങൾ പാപമില്ലാത്തവൻ ഇവളെ ആദ്യം കല്ല് എറിയട്ടെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സകല മനുഷ്യരും പാപികളാണ്. വ്യഭിചാരത്തിലുള്ള പാപം അല്ലായിരിക്കാം ചിലപ്പോൾ നിനക്കുള്ളത്, മോഷ്ടിച്ചതിനുള്ളതായ പാപം അല്ലായിരിക്കാം നിനക്കുള്ളത്, കൊല ചെയ്തതിനുള്ളതായ പാപം അല്ലായിരിക്കാം നിനക്കുള്ളത്. എന്നാൽ ആദാമിൽ കൂടെ ജനിച്ച നിൻ്റെ വല്യമ്മയായ ആദാമിൽ കൂടെ ജനിച്ചത് കൊണ്ട് ആ രീതിയിൽ നമ്മൾ എല്ലാവരും പാപികളാണ്. അങ്ങനെ ലോകത്തിലുള്ള ഒരു മനുഷ്യനും പാപമില്ലാത്ത മനുഷ്യരില്ല. ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ ഞാൻ ഇന്ന വീട്ടിലെ ആളാണ്, ഇന്ന ട്രഡീഷണൽ പാരമ്പര്യത്തിൽപ്പെട്ടവനാണ്, പാപമൊന്നുമില്ലാത്തവനാണ്, പള്ളി പണിയിപ്പിച്ചവനാണ്, അങ്ങനെയൊക്കെ നന്മകൾ ചെയ്തവനാണെന്ന് പറഞ്ഞാലും അവർ എല്ലാവരും പാപികളാണ് എന്നുള്ളത് ഒരു സത്യമാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും തങ്ങളുടെ കല്ല് ഇട്ടിട്ട് പോയതായിട്ടാണ് അവിടെ ആ ഭാഗം നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. എന്നിട്ട് യേശു പറയുന്നു, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ഇനിയും പാപം ചെയ്യരുത് എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഒരു മനുഷ്യൻ്റെ പാപത്തെ മോചിക്കുവാനായിട്ട് അധികാരമുണ്ട്. ദൈവം ഒരുവത്തിൻ്റെ പാപത്തെ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവിടെ പൂർണ്ണമായ പാപക്ഷമയാണ് ലഭിക്കുന്നത്. അവിടെ പാപക്ഷമ ലഭിച്ചതായ ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർ ചോദ്യം ചെയ്യേണ്ടതായ കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ എന്താണ് ഹോശേയയുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ റിലീജിയസ് ലോ അല്ലെങ്കിൽ
ഈ മാനുഷികമായ ഈ ലോ നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പം നമ്മൾ ആ ഒരു രീതിയിലാണ് ഓരോരുത്തരെ കുറ്റം വിധിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവൻ പാപം ചെയ്തവനാണ്, അവനെ കൊല്ലണം, നമ്മുടെ പള്ളിയുടെ ചട്ടപ്രകാരം, അല്ലെങ്കിൽ നമ്മളുടെ സമുദായത്തിൻ്റെ ചട്ടപ്രകാരം, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ചട്ടപ്രകാരം അവൻ മരിക്കേണ്ടവനാണ്, അവനെ കൊന്നുകളയണം, എനിക്കവനുള്ള പ്രതികാരം തീർക്കണം എന്ന് ഹോശേയ ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കാം ദൈവം പറഞ്ഞത്, നീ അവിടേക്ക് ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരിക, നിൻ്റെ ഭാര്യയായിട്ട് എടുക്കുക, അവൾ മറ്റു അപ്പനാരെന്നറിയാത്ത 2 കുഞ്ഞുങ്ങളുണ്ട്, അവരെയും നിൻ്റെ ഭവനത്തിലേക്ക് ചേർക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണ് തൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ ജോസഫിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ, ജോസഫിൻ്റെയും മറിയയുടെയും ചരിത്രം നോക്കുമ്പോൾ അവിടെയും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. വിവാഹത്തിന് മുമ്പ് മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് അറിഞ്ഞിട്ട് ജോസഫ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാനായിട്ട് ഭാവിക്കുന്നു. എന്നാൽ ദൈവം അവിടെ ഇടപെടുന്നതായിട്ട് കാണുന്നു. കാരണം എന്താണ് ജോസഫ് അങ്ങനെ ചെയ്തത്? അത് പരസ്യമാക്കി കഴിഞ്ഞാൽ മറിയെ അവിടെയുള്ളതായ റിലീജിയസ് ആൾക്കാർ എല്ലാവരും കൂടെ വന്ന്, യഹൂദ പ്രമാണികൾ, പരീശന്മാർ, ശാസ്ത്രിമാരൊക്കെ വന്ന് പരസ്യമായിട്ട് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ളതാണ് നിയമം. ആ നിയമത്തിന് വിട്ടുകൊടുക്കാതെ ജോസഫിൻ്റെ ദൈവം ഇടപെട്ടു. ദൈവം അവന് കാര്യം വെളിപ്പെടുത്തി കൊടുത്തു. അവിടെ ദൈവം ഇടപെട്ട കാര്യങ്ങൾ ശരിയാക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു നിയമം. അതിൽ നിന്നും ഒരു ക്ഷമയും മുക്തിയും പ്രാപിച്ചിട്ട് ഹോശേയോട് പറയുക, നീ അവളെ സ്നേഹിക്കണം എന്നുള്ളതായ ഒരു കാര്യമാണ് ആദ്യമായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഈ മാര്യേജ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും വെളിയിൽ പോയി പരസംഗം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ദൈവത്തിൻ്റെ വചനത്തിന് എതിരായിട്ടുള്ളതായ ഒരു കാര്യമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ദൈവം വിവാഹം നിശ്ചയിച്ചപ്പോൾ തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ വിവാഹം നമ്മൾക്ക് കാണുന്നത് ഏദനിലാണ്. ആദമിനെയും ഹൗവയെയും കൂടെ ദൈവം ചെയ്ത് അവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അനുഗ്രഹിച്ച് വിട്ടതായിട്ട് കാണുന്നു. എന്നാൽ അവർ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെ തോട്ടത്തിൽ നിന്നും ഇറക്കി വിട്ടതായിട്ട് കാണുന്നു. അങ്ങനെ ഇറക്കി വിടുമ്പോൾ ആ തോട്ടത്തിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളായിരിക്കാം അവർ എടുത്തുകൊണ്ട് പോയത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരെ ഒരു വീട് നമ്മൾ വെക്കേറ്റ് ചെയ്ത് മറ്റൊരു ഭവനത്തിലേക്ക് പോകുന്ന ഒരു ഒത്തിരി സാധനങ്ങളോ ഫർണിച്ചറോ തുണികളോ ഒന്നും അവർക്ക് ഇല്ലായിരുന്നു. ഒരു പക്ഷേ ദൈവം കൊടുത്തതായ ആ തോൽ കൊണ്ടുള്ളതായ ഉടുപ്പ് അവർ കൊണ്ടുപോയി കാണും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇനിയും ഭാര്യയും ഭർത്താവുമാണ് എന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഒരു മാര്യേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തതായിട്ട് നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ മാര്യേജ് സർട്ടിഫിക്കറ്റ് അവർക്കുണ്ടായിരുന്നു. അത് വിലപിടിപ്പുള്ളതായിരുന്നു. അത് അവരുടെ ജീവിതത്തിൽ അന്ത്യത്തോളം ഉണ്ടായിരുന്നു. അവിടെയാണ് അതിൻ്റെ ആ വില നമ്മൾക്ക് കാണുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കമെന്ന് പറയുന്നത്, ദൈവമാണ് വിവാഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അത് ദൈവം സ്ഥാപിച്ചതിനെ മനുഷ്യൻ അത് മാറ്റിക്കളയരുത്, പൊളിച്ച് കളയരുത്. അത് അപ്പനായാലും അമ്മയായാലും നാത്തൂനായാലും കൂട്ടുകാരായാലും ഫ്രണ്ട്സായാലും ദൈവം സ്ഥാപിച്ചതിനെ, ദൈവം കൂട്ടിച്ചേർത്തതിനെ ആരും മാറ്റിക്കളയുവാൻ നോക്കരുത്, അതിന് ശ്രമിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ സീരിയസ് ആയിട്ടാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ സീരിയസ്നെസ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. അല്ലാതെ ഇന്നത്തെ കാലത്തെ പോലെ മാര്യേജ് ഒരു ഇൻവെൻഷനല്ല. ഇന്നത്തെ തലമുറ ചിന്തിക്കുന്നത് ഒന്ന് ജീവിച്ചുകൊണ്ട് കുറേ കാലം കഴിക്കാം, അങ്ങനെയുള്ള ഒരു ഇൻവെൻഷൻ അല്ല മാര്യേജ് എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്.
യേശുക്രിസ്തുവിനോട് ഈ ശാസ്ത്രിമാരും പുരോഹിതന്മാരും ഒക്കെ കടന്നു വന്ന് ചോദിച്ചു, കർത്താവെ, മോശ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സ് ചെയ്യുവാൻ അനുവദിക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ, നീ അതിനെക്കുറിച്ച് എന്താ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ അങ്ങനെ പറയേണ്ടി വന്നത്. ഹൃദയത്തിൽ നല്ല ഹൃദയമുള്ളവർക്ക്, സ്നേഹമുള്ളവർക്ക് ആ ഒരു അനുഭവത്തിൽ കൂടെ പോകേണ്ടതായ കാര്യം ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ യേശു പറയുന്നതായ 2 കാരണങ്ങൾ, ഒന്നാമത്തേത് അവിശ്വസ്തത മൂലം ആണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ അവിശ്വസ്തരായിരിക്കരുത്, വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൽപ്പന. അപ്പോൾ മരണം വരെ നിലനിൽക്കുന്നതായ ഒരു ബന്ധമാണ് വിവാഹമെന്ന് പറയുന്നത്. മരണത്താലല്ലാതെ നിങ്ങൾ വേർപെടുവിക്കരുത്, വേർപെടുത്തുവാൻ ആർക്കും അധികാരമില്ല എന്നുള്ളതാണ് യേശു പറയുന്നത്. കാരണം യേശു ആരായിരുന്നു? യേശു വചനമായിരുന്നു. വചനം ദൈവമായിരുന്നു. ആ വചനമായവനാണ് കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് വന്നത്. അവനാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുവാൻ അറിയാവുന്നവൻ. അവൻ പറഞ്ഞാൽ അതിനപ്പുറത്തായിട്ട് യാതൊരുവിധമായ മാറ്റവുമില്ല. പ്രൈസ് ഗോഡ്. അതുപോലെ തന്നെ കുടുംബം എന്ന് പറയുന്നത് ഒരു സമുദായത്തിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെയോ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഏറ്റവും ചെറിയ ഒരു യൂണിറ്റാണ് ഓരോ കുടുംബവും. ആ കുടുംബം ഡെവലപ്പ് ചെയ്തില്ല എങ്കിൽ ഈ ലോകം ഏത് രീതിയിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പ്രയാസമാണ്. കുടുംബം നല്ലതായിട്ട് ബിൽഡ് ചെയ്ത് പൈതങ്ങളെയൊക്കെ നല്ല രീതിയിൽ വളർത്തുമ്പോഴാണ് ഒരു നല്ല രാഷ്ട്രം സ്ഥാപിക്കുവാനായിട്ട് സാധിക്കുന്നത്, നല്ല സമുദായം സ്ഥാപിക്കുവാനായിട്ട് സാധിക്കുന്നത്. കുടുംബത്തിലാണ് നമ്മളുടെ വ്യക്തിത്വമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവിടെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ഹൃദയപൂർവ്വം സംസാരിക്കുന്നത്, നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അഴിച്ചു വയ്ക്കുന്നത്, നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്, ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടാകുന്നത് അവിടെയാണ്. അങ്ങനെ ചെയ്യുന്നതായ ഒരു ഭവനത്തിലാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ വെച്ച് ഓപ്പണായിട്ട് പ്രാർത്ഥിപ്പാനും നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ തലയിൽ നിന്ന് മാറ്റി ദൈവത്തിൻ്റെ തുമ്മലിലേക്ക് വെച്ച് സ്വാതന്ത്ര്യം പ്രാപിപ്പാനായിട്ടും സാധിക്കുന്നത്. പലപ്പോഴും നമ്മൾ വെളിയിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു മാസ്ക് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്നാൽ മുഖമെല്ലാം കഴുകിയിട്ട് ഷേവൊക്കെ ചെയ്തിട്ട് പൗഡറൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് തലയൊക്കെ ചീകി യുട്രസൊക്കെ ചെയ്ത് വേണ്ട കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് വെളിയിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മളൊരു മാസ്ക് പോലെ ആ ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടവരായിട്ട് ചിലതൊക്കെ ഹൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ പോകുന്നത് പോലെയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ടാക്സ് ഓഡിറ്റ് ചെയ്യുന്നതായ ഒരു ഇൻസ്പെക്ടർ, അവൻ്റെ ഗൗരവത്തോടു കൂടെയാണ് ഒരു ഓഫീസിലേക്ക് കടന്നു ചെയ്യുന്നത്. കുടുംബത്തിലെ കാര്യങ്ങളൊന്നും അവൻ ചിന്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവൻ ആ അധികാരത്തോടുകൂടെ ആ മാസ്കിലാണ് അവരേക്ക് ചെന്ന് മറ്റുള്ളവരോട് ഇടപെടുന്നത്. ഒരു പോലീസുകാരനെ സംബന്ധിച്ച് നോക്കുമ്പോൾ, അവൻ രാവിലെ എഴുന്നേറ്റ് അവൻ്റെ തൊപ്പിയൊക്കെ വെച്ചിട്ട് യൂണിഫോമൊക്കെ ഇട്ട് വടിയൊക്കെ എടുത്ത് ഷൂസൊക്കെ ഇട്ടിട്ട് വെളിയിലേക്ക് കടന്നു പോകുമ്പോൾ അതാണ് അവൻ്റെ ഒരു മാസ്കാണ്. അതിൽ കൂടെ മറ്റുള്ളവർ അവനെ കാണണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു കള്ളനെ കണ്ടാൽ അവനെ എടുത്തിട്ട് ഇടിക്കുകയോ ജീപ്പിലേക്ക് തൊഴിച്ചെറിയുകയോ ഗൗരവമായിട്ടും അസഭ്യമായിട്ടുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ആ മാസ്കിലൂടെയാണ് അവൻ ചെയ്യുന്നത്. എന്നാൽ അവൻ ഭവനത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ആ മാസ്കൊക്കെ ഒന്ന് ഉരിവെക്കുന്നു, യൂണിഫോമെല്ലാം ഉരിവെക്കുന്നു, തൊപ്പിയെല്ലാം എടുത്ത് മാറ്റുന്നു, അവൻ്റെ പിരിച്ചു വെച്ചിരിക്കുന്നതായ ആ മീശകളൊക്കെ താഴോട്ടായി, മക്കളെയൊക്കെ അടുത്ത് വിളിക്കുന്നു, മടിയിൽ ഇരുത്തുന്നു. ഒരു യഥാർത്ഥമായി ജീവിതത്തിലുള്ളതായ സ്നേഹപ്രകടനങ്ങളൊക്കെ വീട്ടിലാണ് കാണുന്നത്, എന്ന് പറഞ്ഞാൽ കുടുംബത്തിലാണ് കാണുന്നത്. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ. അത് ദൈവം നമ്മളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നതായ ഒരു അനുഗ്രഹമാണ്. നമ്മളുടെ കുടുംബം, വിവാഹം മുതലായവ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതായ കാര്യമാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം.
ഈ ഹോശേയ തൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് കടന്നു വന്നു. അവിടെ 3 മക്കളുടെ കാര്യം പറയുന്നുണ്ട്. ഒന്നാമത്തെ മകൻ്റെ കാര്യം പറയുന്നത് 4-ാമത്തെ വാക്യത്തിലാണ്. യഹോവ അവനോട്, അവനെ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ദൈവം വിതയ്ക്കും എന്ന പേർ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിതയ്ക്കും എന്ന് പറഞ്ഞാൽ സ്കാറ്റർ ചെയ്യുക, വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിച്ചിരുന്ന ഇസ്രായേൽ ജനം ഇതാ അശ്ശൂരിലേക്ക് കടന്നു പോയിട്ട് അവർ വിതയ്ക്കപ്പെട്ടതുപോലെ സ്കാറ്റർ ചെയ്യപ്പെടും. അങ്ങനെയുള്ളതായ ഒരു മെസ്സേജാണ് നീ ആ മകൻ്റെ പേരിൽ കൊടുക്കേണ്ടത്. എന്നാൽ പിന്നീട് വീണ്ടും അവൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അവൻ്റെ അവസ്ഥ മാറ്റുന്നുണ്ട്. ദൈവം ഒന്നിച്ച് കൂട്ടിച്ചേർക്കും എന്ന് പറയുന്നുണ്ട്. 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, യഹൂദ മക്കളും ഇസ്രായേൽ മക്കളും ഒന്നിച്ചുകൂടി തങ്ങൾക്ക് ഒരു തലവനെ നിയമിച്ച് ദേശത്ത് നിന്ന് പുറപ്പെട്ടു പോകും, ഇസ്രായേലിൻ്റെ നാൾ വലുതായിരിക്കും എന്നുള്ളതായ ഒരു പ്രത്യാശ പുറകാലെ ദൈവം കൊടുക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 1-ന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണുന്നത്, 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവൾ പിന്നെയും ഗർഭം ധരിച്ച ഒരു മകളെ പ്രസവിച്ചു. യഹോവ അവനോട്, അവൾക്ക് ലോരുഹമ എന്ന് പേരിടണം എന്ന് പറഞ്ഞാൽ കരുണ ലഭിക്കാത്തവൾ എന്നുള്ളതായ പേരാണ് ആ മകൾക്ക് ഇടേണ്ടത് എന്ന് പറഞ്ഞു. ലോരുഹമ എന്ന് പറഞ്ഞാൽ കരുണ ലഭിക്കാത്തവൾ. അപ്പൻ ആരാണെന്ന് അറിയാൻ വയ്യാത്ത ഒരു മകൾക്ക് യാതൊരുവിധമായ കരുണയും അപ്പനിൽ നിന്ന് ലഭിക്കയില്ല. അതുപോലെ കരുണ ലഭിക്കാത്തവൾ എന്നുള്ളതായ പേര് പോലെയാണ് ഇന്നത്തെ ഇസ്രായേലിൻ്റെ സ്ഥിതി എന്നുള്ളത് ഇസ്രായേൽ ജനത്തോട് പറയുവാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പേര് നൽകുന്നത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. 1-ന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, പിന്നെ ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ യഹോവ അവന് ലോ അമ്മി, എൻ്റെ ജനമല്ല എന്ന് പേർ വിളിക്കാം. നിങ്ങൾ എൻ്റെ ജനമല്ല, നിങ്ങൾ എൻ്റെ ദൈവമായിരിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. കാരണം എൻ്റെ ജനമല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു അപ്പൻ എന്നുള്ള നിലയിൽ ബഹുമാനിക്കുകയോ ആ സ്നേഹമോ ബന്ധമോ ഇല്ലാതെ ഇരിക്കുന്നതായ ലോ അമ്മി എന്നുള്ളതായ ഒരു പേരാണ് ദൈവം അവർക്ക് കൊടുത്തത്. എൻ്റെ ജനമല്ല, എൻ്റെ ജനം അല്ല എന്ന് നീ അവന് പേര് വിളിക്കുക. ഇസ്രായേലിനെ അങ്ങനെയാണ് വിളിക്കേണ്ടത് എന്ന്. എന്നാൽ 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് മറ്റൊരു കാര്യം കാണുന്നു. ദൈവം ഒരു ചേഞ്ച് വരുത്തുകയാണ്. ദൈവം ആ വലിയ പ്രയാസവും ദുഃഖവും കോപവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും കരുണയിൽ സമ്പന്നനായ കർത്താവ്, ദീർഘക്ഷമയുള്ളവനായ കർത്താവ് അവരുടെ പേര് മാറ്റുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 2-ന്റെ 1-ാമത്തെ വാക്യം, നിങ്ങളുടെ സഹോദരന്മാർക്ക് അമ്മി എൻ്റെ ജനം എന്നും നിങ്ങളുടെ സഹോദരിമാർക്ക് രൂഹമ കരുണ ലഭിച്ചവൾ എന്നും പേർ വിളിപ്പീൻ എന്ന് പറയുന്നു. അപ്പോൾ നേരത്തെയുള്ള അവസ്ഥ, കരുണ ഇല്ലാത്തവർ, കരുണ ലഭിക്കാത്തവൾ, ഒരപ്പന് മക്കളോട് കരുണ ലഭിക്കുന്നത് പോലെ കരുണ ലഭിക്കാത്തതായ അവസ്ഥയിലായിരുന്നു നിങ്ങൾ. അതുപോലെ തന്നെ എൻ്റെ ജനം അല്ല എന്ന് മാറ്റി പറഞ്ഞുകൊണ്ട് ഒരു ജാതികളെ പോലെ മാറ്റി നിർത്തിയിരുന്ന ഒരു ജനമായിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ ഇതാ നിങ്ങളെ ഞാൻ എൻ്റെ ജനമാക്കി എണ്ണുന്നു. നിങ്ങളുടെ പേര് മാറ്റുകയാണ്. ലോ അമ്മി എന്നുള്ളത് മാറ്റിയിട്ട് അമ്മി എന്ന് 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എൻ്റെ ജനമായിട്ട് ഞാൻ നിങ്ങളെ കാണുന്നു, എടുക്കുന്നു, സ്വീകരിക്കുന്നു, അടുത്തു വരിക എന്ന് കാണുന്നു. പിന്നീട് 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ലോ രൂഹമ, കരുണ ലഭിക്കാത്തവൾ എന്നുള്ളത് മാറ്റിയിട്ട് രൂഹമ എന്ന് പേര് വിളിക്കണം, കരുണ ലഭിച്ചവൾ. ഇതാ എൻ്റെ കരുണ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നും പേർ വിളിപ്പീൻ എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. എന്നിട്ട് അടുത്തായിട്ട് നമ്മൾ കാണുമ്പോൾ ഇവിടെ ഈ ലോ അമ്മി അല്ലെങ്കിൽ രൂഹമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ ജനം അല്ലാത്തവരായിരുന്നു, എൻ്റെ മക്കൾ അല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മറ്റൊരു വസ്തുത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള അനുഗ്രഹത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നത് നമ്മൾ ഓർക്കണം. നമ്മളൊന്നും അവൻ്റെ ജനം അല്ലായിരുന്നു, എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും
തൻ്റെ മക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തു എന്ന് പറയുമ്പോൾ ആ ഒരു കണ്ടീഷനിൽ കൂടെ മക്കൾ അല്ലായിരുന്നവരെ മക്കൾ ആകുവാൻ അവകാശം കൊടുത്തു. എത്രയോ മനോഹരമായ അനുഗ്രഹമാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. കരുണ ലഭിക്കാതിരുന്നതായ ജാതീയ ജനമായിരുന്ന നമ്മളെ യേശു ക്രിസ്തുവിൽ കൂടെ അവനെ കൈക്കൊണ്ടതിനാൽ നമ്മൾക്ക് കരുണ ലഭിച്ചു. ഇവിടെ മക്കളെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മക്കളെന്നുള്ളതായ അനുഭവം ലഭിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ടുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ, കൊച്ചുമക്കൾ ഇല്ല എന്നുള്ളതായ കാര്യം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ഓർത്തിരിക്കുകയാണ്. പലപ്പോഴും പല ആൾക്കാരും ചിന്തിച്ചിരിക്കുകയും ക്ലെയിം ചെയ്യുന്നത് എൻ്റെ അപ്പനും എൻ്റെ വല്യപ്പനുമൊക്കെ പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനികളായിരുന്നു, അങ്ങനെ ഞാനും ക്രിസ്ത്യാനിയാണ്, ഞാനും ദൈവത്തിൻ്റെ മക്കളാണ്. അങ്ങനെ ആരെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ദൈവത്തിൻ്റെ മകനോ മകളോ ആയിത്തീരും എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ പാരമ്പര്യത്തിൽ കൂടെയോ വല്യപ്പനിൽ കൂടെയോ അപ്പനിൽ കൂടെയോ ഉള്ള അനുഗ്രഹം മൂലം ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന് ചിന്തിച്ചിരിക്കുന്നുവെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. ദൈവത്തിൻ്റെ വചനമാണ് വാസ്തവം എന്ന് പറയുന്നത്. ആ വചനം നമ്മൾ സ്വീകരിച്ച് യേശുവിനെ സ്വീകരിച്ച് ആ വചനത്താൽ രൂപാന്തരം പ്രാപിച്ച് ദൈവത്തിൻ്റെ മകനോ മകളോ ആയിത്തീരണം. അതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. അല്ലാതെ ദൈവത്തിന് കൊച്ചുമക്കളില്ല, മക്കളാണുള്ളത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇവരോട് ഇങ്ങനെ കരുണ ലഭിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ മക്കളായിത്തീരും. മക്കൾ എന്ന് മാത്രമാണ് നമ്മൾക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു ബന്ധമാണ് നമ്മളുടെ കർത്താവുമായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് എന്ന് നമ്മൾ ഓർക്കണം. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ വീണ്ടും ഗോമർ അവിടെ നിന്നും വീണ്ടും പരസംഗത്തിലേക്ക് മടങ്ങിപ്പോകുന്നതായിട്ടുള്ളതായ അവസ്ഥയാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ പ്രസംഗത്തിലേക്ക് കടന്നു പോവുക എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു വസ്തുത നമ്മൾ ഓർത്തിരിക്കുകയാണ്. വീണ്ടും അങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു മാസ്റ്ററിൻ്റെ അടിമയിൽ അവൾ ആകുകയാണ്. അവളൊരു മാസ്റ്റർക്ക് തലവെച്ച് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ബന്ധനത്തിലാകുകയാണ്. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ അധീനതയിൽ നിന്നും പിശാചെന്നതായ മാസ്റ്ററിൻ്റെ കൈകളിൽ തലവെച്ച് കൊടുക്കുമ്പോൾ ഇനി എന്താണ് രക്ഷയുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ഇനിയും പിന്നീട് വീണ്ടും അവർ മടങ്ങി വരണമെങ്കിൽ അവിടെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത് ഒരു വീണ്ടെടുപ്പിൻ്റെ വില കൊടുത്തു എങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ എന്നാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഞാൻ അവളെ 15 വെള്ളിക്കാശിനും 1.5 ഹോമർ യവത്തിനും മേടിച്ച് അവളോട് നീ ബഹുകാലം അടങ്ങി പാർക്കണം, പരസംഗം ചെയ്യുകയോ മറ്റൊരു പുരുഷന് പരിഗ്രഹമായിരിക്കുകയോ അരുത്, ഞാനും അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇസ്രായേലിനെ കുറിച്ചുള്ളതായ ചരിത്രം അതിനോട് ബന്ധപ്പെടുത്തി പറയുകയാണ്. നിന്നെ വില കൊടുത്ത് ഞാൻ വാങ്ങും. നീ മറ്റൊരു മാസ്റ്ററിന് അടിമയായി കഴിഞ്ഞു. നിൻ്റെ പ്രവർത്തനം മൂലം, നീ ലിസൺ ചെയ്യാഞ്ഞത് മൂലം, നീ അനുസരിക്കാഞ്ഞത് മൂലം, നീ വ്യവസ്ഥ പാലിക്കാഞ്ഞത് മൂലം, നിൻ്റെ സുഖകാലത്തിന് ആശ്രയിച്ചുകൊണ്ട് അങ്ങനെ പോയത് കാരണം ഇതാ ശത്രുവിൻ്റെ അടിമയായിരിക്കുന്നു, വിലങ്ങായിരിക്കുന്നു. ഇനിയാളെ വില കൊടുത്ത് വാങ്ങിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. എന്നാൽ കരുണയുള്ള ദൈവം വീണ്ടും പറയുകയാണ്, ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു വീണ്ടെടുപ്പിൻ്റെ ചരിത്രമാണ് ഈ ഹോശേയിൽ കൂടെ ദൈവം കാണിച്ചു തരുന്നത്. അങ്ങനെ ഞാൻ അവളെ 15 വെള്ളിക്കാശിനും 1.5 ഹോമർ യവത്തിനും മേടിച്ചവളോട് നീ ബഹുകാലം അടങ്ങി പാർക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില കൊടുത്ത് ഈ സാത്താൻ നമ്മളെ അടിമകളായിട്ട് അടച്ചു വച്ചിരുന്നപ്പോൾ
അതിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് സ്വതന്ത്രരാക്കി വെളിയിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തിൻ്റെ മക്കളായി ജീവിപ്പാനും മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ബുക്കിലെ ഭാഷയിൽ പറഞ്ഞാൽ, അവൻ്റെ കാന്തയായി ജീവിക്കുവാനും ആ ബന്ധം പുലർത്തിക്കൊണ്ട് അവൻ്റെ വരവിന് വേണ്ടി നോക്കി വിശുദ്ധിയോടുകൂടെ ജീവിപ്പാനും കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ മക്കളോടും ഉള്ളതായ ചരിത്രമാണ് അതിൻ്റെ തൊട്ടു താഴെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇസ്രായേലെ, നിങ്ങൾ അശ്വരിലേക്കും ബാബേലിലേക്കും പോയി വേറൊരു മാസ്റ്റർക്ക് തലവെച്ച് കിടക്കുമ്പോൾ ആ ഒരു കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ സന്ദർശിക്കും. നിൻ്റെ ഹൃദയത്തിന് മാറ്റം വരുമ്പോൾ, എങ്കിലേക്ക് തിരിയുമ്പോൾ ആ വീണ്ടെടുപ്പിൻ്റെ വില കൊടുത്തിട്ട് നിന്നെ ഞാൻ ദേശത്തിലേക്ക് മടക്കി വരുത്തും എന്നുള്ളതായ വാഗ്ദത്തമാണ് 3-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇസ്രായേൽ വീണ്ടും മടങ്ങി വരും എന്നുള്ളതായ പ്രവചനമാണ് ഇവിടെ ഈ ഹോശേയയിൽ കൂടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇനിയും 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. ഇസ്രായേൽ ദുശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ എന്ന് പറഞ്ഞാൽ, ഇങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് പിടിക്കുന്നതായ പശുക്കിടാക്കളെ പോലെ ദുശാഠ്യമുള്ള ഒരു ജനമായിട്ടാണ് ഇസ്രായേലിനെ ദൈവം കാണുന്നത് എന്നാണ് തൻ്റെ ഭാഷയിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. പശുക്കിടാവിനെ പോലെ ദുശാഠ്യം കാണിച്ചാൽ യഹോവ അവരെ ഒരു വിശാല സ്ഥലത്തെ കുഞ്ഞാടിനെ പോലെ മേയിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. കാരണം അനുസരണവും ലിസണിങ്ങും അത്യാവശ്യമാണ്. എബ്രഹാം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു, അവനെ വിട്ടുകളക. എപ്പോഴും പരസംഗം ചെയ്യാതെ മറ്റ് ദേവന്മാരെയും ഐഡൽസിനെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ അതിൻ്റെ പുറകെ പോവുകയോ ചെയ്യാതെ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് 18-ാമത്തെ വാക്യം പറയുന്നത്, മദ്യപാനം കഴിയുമ്പോൾ അവർ പരസംഗം ചെയ്യുന്നു. മദ്യപാനം ചെയ്യുമ്പോൾ അവർ പരസംഗം ചെയ്യുന്നു. പലപ്പോഴും ഈവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവരും ദൈവത്തെ സേവിക്കുന്നവരും പറയുന്നതായ ഒരു ചില കാര്യങ്ങളാണ്, അല്പം മദ്യം കഴിച്ചതുകൊണ്ട് എന്താണ് പ്രശ്നം, ബൈബിൾ അങ്ങനൊന്നും പറയുന്നില്ലല്ലോ, ചില എക്സ്ക്യൂസൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ സ്ക്രിപ്ചർ സ്ക്രിപ്ചർ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ വചനം ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ആ കാര്യം തന്നെ സ്ക്രിപ്ചറിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരും. ഏതുപോലെ മദ്യപാനത്തെക്കുറിച്ച് ചിലപ്പോൾ നിൻ്റെ വയറിനത് നല്ലതാണ്, അല്പം സേവിച്ചു കൊള്ളുക എന്ന് വീഞ്ഞിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ഭാഗത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ലിസൺ ചെയ്യും എന്നുള്ളതായ ആ ആകാംക്ഷയോടും അനുസരണ ബോധത്തോടും കൂടെ വേണം നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും അത് വിശ്വസിക്കുവാനും. ഇവിടെ ഈ 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം എഴുതുന്നത് ഇങ്ങനെയാണ്, മദ്യപാനം കഴിയുമ്പോൾ അവർ പരസംഗം ചെയ്യും. മദ്യപാനം കഴിയുമ്പോൾ അവർ പരസംഗം ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്യപിക്കുന്നവർക്കറിയാം, മദ്യപിച്ച് കഴിയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ താളം തെറ്റും. അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എക്സാക്റ്റ് അവർക്ക് അറിയുവാനായിട്ട് പാടില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുവാനായിട്ട് തുടങ്ങും. അവരുടെ ബാലൻസ് തെറ്റും. അവരുടെ നാവ് കുഴഞ്ഞു പോകും. ഏത് ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് എന്ന് അറിയത്തില്ല. മയിൽക്കുറ്റികളെ കണ്ടാൽ മനുഷ്യരാണെന്ന് തോന്നിയിട്ട് കാൽ മടക്കിയാൽ അടിച്ച് കാൽ ഒടിഞ്ഞായ ആൾക്കാരുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ വലിയ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതായ കാര്യമാണ് മദ്യപാനം. അത് കൂടാതെ ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, മദ്യപാനം കഴിയുമ്പോൾ അവർ പരസംഗവും ചെയ്യും. മറ്റുള്ളവരുടെ പുറകെ വേണ്ടാത്തതൊക്കെ ചെയ്യുന്നതിന് യാതൊരു വിധമായ നാണവും മാനത്തിനും കേടും തോന്നാതെ അവർ അതും ചെയ്യും. കാരണം മദ്യപാനം അതിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ടാണ് അത് ചെയ്യരുത് എന്ന് വചനം നിഷ്കർഷമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത്, അവരുടെ പ്രഭുക്കന്മാർ ലജ്ജയിൽ അത്യന്തം ഇഷ്ടപ്പെടുന്നു.
ലജ്ജയിൽ മാനം തോന്നുന്നതായ മനുഷ്യർ. ദൈവമക്കളെ സംബന്ധിച്ചപ്പോളം നല്ല കാര്യങ്ങളും ചീത്തക്കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ മാനവും ചീത്തമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ലജ്ജയും തോന്നുന്നവരായിരിക്കണം. എന്നാൽ നേരെ തിരിച്ചാണ്. മദ്യപാനം കഴിയുമ്പോൾ എന്താണ്? അവരുടെ പ്രഭുക്കന്മാർ ലജ്ജയിൽ അത്യന്തം ഇഷ്ടപ്പെടുന്നവരാണ്. ലജ്ജാകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അത്യന്തം ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. റോമാലേഖനത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയവനായ ദൈവത്തിൻ്റെ വചനത്തെ മാറ്റിയിട്ട് ഈ ലോകത്തിലുള്ളതായ മറ്റ് സൃഷ്ടികളെയൊക്കെ ആരാധിക്കുകയും ദൈവം കൊടുത്തിട്ടുള്ളതായ നാച്ചുറലായിട്ടുള്ളതായ ഇൻസ്റ്റിങ്സിനെ ഒക്കെ മാറ്റിവെച്ചിട്ട് അൺനാച്ചുറലായിട്ടുള്ള കാര്യങ്ങളിൽ ഇഷ്ടപ്പെടുകയും മാനം തോന്നുകയും ചെയ്യുന്നതായ മനുഷ്യർ എന്നാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾക്ക് മാനം തോന്നേണ്ടത് ദൈവത്തെ സേവിക്കുന്നതിലും ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കുന്നതിലും വിശുദ്ധിയോടുകൂടി ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതിലുമാണ് നമ്മൾക്ക് മാനം തോന്നേണ്ടത് എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ ഉറപ്പിച്ച് പഠിക്കേണ്ടതായ ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നിട്ട് 5-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ദൈവം എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 5-ന്റെ 13 വാക്യം, നിങ്ങളുടെ മുറിവ് പൊറപ്പിപ്പാനും അവന് കഴിഞ്ഞില്ല. ഞാൻ എബ്രയീമിൽ നിന്ന് ഒരു സിംഹം പോലെ വരും. ഒരു സിംഹത്തെ പോലെ ക്രൂരതയോടുകൂടെ, ആ മൂർച്ചയുള്ള പല്ലോടുകൂടെ, നശിപ്പിക്കുന്നതായ ആ കോപത്തോടുകൂടെ വരും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ എബ്രയീമിൽ നിന്ന് ഒരു സിംഹം പോലെയും യഹൂദാഗ്രഹത്തിന് ഒരു ബാലസിംഹം പോലെയും ഇരിക്കും. ഞാൻ തന്നെ കടിച്ചു കീറിപ്പൊയ്ക്കളയും എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ ചിലപ്പോൾ നമ്മളെ തട്ടിയിട്ട് മുന്നോട്ട് പോകാൻ വയ്യാത്ത സ്ഥിതിയിൽ ആക്കുന്ന അവസ്ഥയുണ്ട്. ആ അവസ്ഥകളെയൊക്കെ നമ്മൾ അപഗ്രഥിച്ച് പഠിച്ച് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ തിരിച്ചു വരുന്നതായ അനുഭവത്തിലേക്ക് വരുവാൻ വേണ്ടിയാണ് നമ്മളെ ആ രീതിയിൽ ചിലപ്പോൾ ദൈവം ആക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഞാൻ പിടിച്ചു കൊണ്ടുപോകും, ആരും വിടുവിക്കുകയില്ല. അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്ത് ഇരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. അപ്പോൾ ഇങ്ങനെ കഷ്ടതയിൽ ആക്കിയതിന് ശേഷമായിട്ട് ഒരു സിംഹം കടിച്ച് കീറി അവിടെ ഒരു ജീവൻ മാത്രം ശേഷിപ്പിച്ചിട്ട് ഇട്ടിട്ട് പോയിട്ട് തൻ്റെ സ്ഥലത്ത് ഗുഹയിലിരിക്കുന്ന പോലെ ദൈവവും മൗനമായിട്ട് മാറിയിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ എന്താണ് ചെയ്യുന്നത്? ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്ത് സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ കർത്താവിനെ യഥാർത്ഥമായി വിളിച്ച് അവൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി കുറ്റം ഏറ്റുപറയുന്നത് വരെ ദൈവം മൗനമായിട്ടിരിക്കും, ഒന്നും ചെയ്യുകയില്ല. എത്ര ഉറക്കം നിലവിളിച്ചാലും മറ്റുള്ളവർ നിനക്ക് വേണ്ടി നിലവിളിച്ചാലും ദൈവം കേൾക്കുകയില്ല എന്നാണ് പറയുന്നത്. നാം തന്നെ നമ്മുടെ കുറ്റം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് കർത്താവെ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവം തൻ്റെ സ്വസ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് നമ്മൾക്ക് വേണ്ടി വന്ന് അവൻ്റെ കരം നമ്മളെ തൊടുകയുള്ളൂ, അവൻ്റെ കരുണ നമ്മെ സ്പർശിക്കുകയുള്ളൂ എന്നാണ് ഈ വാചകത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇനിയും എന്താണ് 6-ാം അധ്യായം 1-ാമത്തെ വാക്യം അതിനോട് ചേർന്ന് വായിക്കുകയാണ്. വരുവീൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. പ്രവാചകൻ പറയുക, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ 2 ദിവസം മരിച്ചതായ അവസ്ഥയിൽ പോലും കിടന്നാലും 3-ാമത്തെ ദിവസം നമ്മൾക്ക് പ്രത്യാശയുണ്ട്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നു എങ്കിൽ നമ്മൾക്ക് കരുണ ലഭിക്കും എന്നാണ് പറയുന്നത്. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, നാം അവൻ്റെ മുമ്പാകെ ജീവിക്കും. മരിച്ചെന്ന് തോന്നുന്ന അവസ്ഥയിൽ നിന്നും നമ്മളെ ജീവൻ തന്ന് ജീവിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കടത്തിക്കൊണ്ടുവരുവാൻ നമ്മളുടെ ദൈവത്തിന് സാധിക്കും എന്ന് പറഞ്ഞാൽ എല്ലാം കൈവിട്ടതായ അവസ്ഥയാണെങ്കിൽ തന്നെയും
നിന്നെ ജീവിപ്പിക്കുവാൻ കർത്താവിന് സാധിക്കും എന്നുള്ളതാണ് ഈ വചനത്തിൽ നിന്നും നിന്നോടും എന്നോടും സംസാരിക്കുവാനുള്ള ദൈവത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. ഇവിടെ ലാസറിൻ്റെ ചരിത്രം നമ്മൾക്കറിയാം. ലാസറിൻ്റെ ജീവൻ തൻ്റെ ശരീരത്തിൽ നിന്നും പോയി. അവൻ്റെ മാംസപേശികൾ എല്ലാം തന്നെ അഴുകിത്തുടങ്ങി. ഓർഗൻസ് എല്ലാം തന്നെ നിശ്ചലമായി, എല്ലാം അതിൻ്റെ ഫങ്ഷൻ ചെയ്യാതെ എല്ലാം മരിച്ചു പോയി, അല്ലെങ്കിൽ അഴുകിപ്പോയി എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. നാറ്റം വെച്ച് തുടങ്ങി എന്ന് പറഞ്ഞാൽ എല്ലാം കൈവിട്ടുപോയി. ഒരു പ്രത്യാശയില്ലാത്ത അവസ്ഥയിൽ ലാസറായിരിക്കുമ്പോൾ ഇതാ യേശു അവിടേക്ക് വരുന്നു, ലാസറിൻ്റെ കല്ലറയിൽ വരുന്നു. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ 4 നാൾ ആയെങ്കിൽ തന്നെയും ലാസറിൻ്റെ ജീവൻ അവങ്കിലേക്ക് മടങ്ങി വന്നു. ശരീരത്തിലേക്ക് ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി പ്രവഹിച്ചു ചെന്നു. ഞരമ്പുകളിലേക്കും നാഡികളിലേക്കും ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ കടന്നു ചെയ്യുന്നു. ആ ജീവൻ അവൻ്റെ ശരീരത്തിലേക്ക് മടങ്ങി വന്നു. ലാസർ ജീവനുള്ളവരായി ആ കല്ലറയിൽ നിന്നും പുറത്തു വന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുപോലെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ 2 3 ദിവസമോ മാസമോ വർഷമോ ജീവിതത്തിൽ അനുഭവം ഇങ്ങനെയാണെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നുവെങ്കിൽ കർത്താവിൻ്റെ ഒരു ടച്ച് മതി നിൻ്റെ ആ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ. എല്ലാം കൈവിട്ടു പോയാലും തിരിച്ചു വരുത്തുവാൻ, മടക്കി വരുത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കണമെന്നാണ് എന്നാണ് ഈ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. പ്രൈസ്. നമുക്ക് എല്ലാ ഭാഗങ്ങളും വായിച്ച് മുൻപോട്ട് പോകുന്നതിനുള്ളതായ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഇനി 7-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമ്മൾക്ക് നോക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എബ്രയീം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു, എബ്രയീം മറിച്ചിടാത്ത ദോശയാകുന്നു. അന്യജാതികൾ അവൻ്റെ ബലം തിന്നുകളയുന്നു, എങ്കിലും അവൻ അറിയുന്നില്ല. പലപ്പോഴും ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നവർ, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവർ എന്ന് പറയുന്നതായ നമ്മൾ പോലും ഈ എബ്രയീമിൻ്റെ ആ അനുഭവത്തോട് ചേർന്നിരിക്കുന്നില്ലയോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ എന്താണ്? എബ്രയീം ജാതികളോട് കലർന്നിരിക്കുന്നു. ദൈവം എബ്രയീമിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ വിളിച്ചു വരുത്തിയത് എൻ്റെ മക്കളായിട്ട് നിങ്ങൾ ജീവിക്കണം, വേർപാട് പാലിച്ചുകൊണ്ട് ജീവിക്കണം, നിങ്ങളെ കണ്ടാൽ ദൈവം മക്കളാണെന്ന് പറയണം, നിങ്ങളുടെ സംസാരം ദൈവം മക്കളുടേത് ആയിരിക്കണം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവം മക്കളുടേത് ആയിരിക്കണം. അല്ലാതെ ചുറ്റുപാടുമുള്ളതായ ജാതികളെ പോലെ നിങ്ങൾ ആകരുത്, അവരോട് ഇടകലരുത്. അവരൊന്ന് പറയുമ്പോൾ ബാക്കി പറയുകയോ അതിനെ ഇരട്ടിയായി പറയുകയോ ചെയ്യുന്ന സ്വഭാവം ഉണ്ടാകരുത്. അവർ ചെയ്യുന്നതായ മര്യാദകളെയും വിവാഹ മര്യാദകളെയും മറ്റുള്ള നാട്ടുനടപ്പിനെയും നിങ്ങൾ അനുകരിക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മളോടും ഈ ഇസ്രായേലിനോടും ദൈവം വളരെ കർശനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ ജാതികൾ അവൻ്റെ ബലം തിന്നുകളയുന്നു. അങ്ങനെ പോയാൽ ചുറ്റുപാടുമുള്ളവർ നമ്മളുടെ ബലം തിന്നുകളയും. നമുക്ക് ബലത്തോടെ ക്രിസ്ത്യാനികളായിട്ട് ദൈവത്തിന് വേണ്ടി നിൽപ്പാനായിട്ട് കഴിയുകയില്ല. ചവിട്ടുകൊട്ടയിൽ ഒതുക്കിക്കളയും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ 11-ാമത്തെ വാക്യം വായിക്കുന്നത്: എബ്രയീം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെയാകുന്നു. നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾക്ക് ബുദ്ധി തരുന്നത്. ഒരുതിനും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ ദൈവത്തോട് ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് തന്നെ ചോദിച്ച് വാങ്ങി ജീവിക്കണം എന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. അതിൻ്റെ 14-ാമത്തെ വാക്യം പറയുന്നത്: അവർ എന്നോട് മത്സരിക്കുന്നു, ഞാൻ അവരുടെ ഭുജങ്ങളെ അഭ്യസിപ്പിച്ച് ബലപ്പെടുത്തിയിട്ടും അവർ എൻ്റെ നേരെ ദോഷം നിരൂപിക്കുന്നു. ഈ എബ്രയീം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ബലം കർത്താവ് അവരെ അഭ്യസിപ്പിച്ച്, ഈ മിസ്രയീം ദേശത്ത് നിന്ന് വന്നപ്പോൾ ആയുധമില്ലായിരുന്നു, അവർക്കൊന്നും തന്നെ ഇല്ലായിരുന്നു. ഫറവോൻ്റെ കീഴിൽ നിന്നും അവർ വന്നപ്പോൾ അവർക്ക് മന്ന കൊടുത്തു. ആയുധമൊന്നും ഇല്ലായെങ്കിൽ തന്നെയും കർത്താവ് അത്ഭുതകരമായിട്ട് ശത്രുവിൻ്റെ മേൽ ജയം കൊടുത്ത് അഭ്യസിപ്പിച്ച് ദൈവത്തിൻ്റെ വചനത്താലും ശക്തിയാലും ജീവിപ്പാൻ വേണ്ടി
വളർത്തിയെടുത്തതായ ഒരു കൂട്ടരാണ് ഇസ്രായേൽ. എന്നാൽ ഇപ്പോൾ പറയുകയാണ് അവർക്ക് ഈ ബലമൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മറന്നു അവരെന്നോട് മത്സരിക്കുന്നു. ദൈവത്തോട് മത്സരിക്കുന്നതായ മനുഷ്യർ നമ്മൾ ആകരുത് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. പ്രൈസ് ഗോഡ്. ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: എബ്രയീം പാപപരിഹാരത്തിനായി അനേക യാഗപീഠങ്ങളെ ഉണ്ടാക്കിയത് കൊണ്ട് യാഗപീഠങ്ങൾ അവന് പാപഹേതുവായി തീർന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത യാഗപീഠങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ദൈവത്തിന് യാതൊരു പ്രസാദവുമില്ല. ഫസ്റ്റ് തിങ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ദൈവത്തിന് പ്രസാദമുള്ള യാഗം എന്താണ്? ഒരു മെഴുകുതിരി കത്തിക്കുന്നതുകൊണ്ട് അത് ദൈവത്തിന് പ്രസാദമുള്ളതാണോ? ദൈവത്തിൻ്റെ വചനം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പുതിയ നിയമത്തിൽ യേശു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിച്ചതിന് വേണം നമ്മൾ ആ മെഴുകുതിരി കത്തിക്കാൻ. അല്ലെങ്കിൽ അത് എന്താണ്? അതൊരു അന്യസേവയാണ്. അത് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ജീവിതത്തിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ദൈവത്തെ സേവിച്ചതായ ആൾക്കാരൊക്കെ അന്യ ദേവന്മാരെ സേവിക്കുവാൻ വേണ്ടി, വിഗ്രഹങ്ങളെ സേവിക്കുവാൻ വേണ്ടി അമ്പലങ്ങളിലും മറ്റും പോയിട്ട് അവരുടെ കുടുംബം പോലും വലിയ നാശത്തിലായി, കഷ്ടത്തിലായി, അസുഖങ്ങളായി, പരുക്കളായി മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് മനസ്സിലാക്കണം. ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എവിടേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കണം. ഇത് കേവലം ഒരു അമ്പലമാണോ അതോ ദൈവ മക്കൾ കൂടുന്ന സ്ഥലമാണോ, ദൈവവചനം പറഞ്ഞു തരുന്നതായ സ്ഥലമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കി വളരെ സീരിയസ് ആയിട്ട് വേണം നമ്മൾ ചെയ്യുവാൻ. അല്ലാതെ ഒരു യാഗം കഴിച്ചതുകൊണ്ട് ദൈവം പ്രസാദിക്കത്തില്ല എന്നാണ് ഞാൻ പറയുന്നതല്ല, ദൈവത്തിൻ്റെ വചനം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഒന്നുകൂടെ വായിക്കട്ടെ. 11-ാമത്തെ അധ്യായം 8-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം: എബ്രയീം പാപപരിഹാരത്തിനാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പാപപരിഹാരത്തിനായി അനേക യാഗപീഠങ്ങളെ ഉണ്ടാക്കിയതുകൊണ്ട് യാഗപീഠങ്ങൾ അവന് പാപഹേതുവായി തീർന്നിരിക്കുന്നു. അപ്പോൾ അവൻ്റെ വിചാരമെന്ന് പറയുന്ന പാപപരിഹാരത്തിന് വേണ്ടി ഉള്ളതാണ് ഇത് എന്നാണ്. അങ്ങനെയാണ് പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. പിതാക്കന്മാരെന്ന് പറഞ്ഞ ട്രഡീഷനാണ്. ട്രഡീഷൻ പഠിപ്പിച്ചിരിക്കുന്നത് ഇന്ന യാഗങ്ങളൊക്കെ ചെയ്താൽ നിനക്ക് ഗുണം വരും, നിൻ്റെ പാപങ്ങളൊക്കെ മോചിച്ച് തരും എന്ന് പറഞ്ഞാൽ അങ്ങനെ പാപങ്ങൾ മോചിക്കയില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തത്താലുള്ള ഒരു യാഗം മാത്രമേ ഉള്ളൂ. ആ യാഗത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ മതി. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രസാദം ഇന്ന് നമ്മൾക്ക് പുതിയ നിയമത്തിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത് പാപഹേതുവായി തീരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം. 12-ാമത്തെ വാക്യം: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവന് 10,000 കൽപ്പനയായി എഴുതിക്കൊടുത്താലും അവ അപൂർവ കാര്യമായി എണ്ണപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം പറയുക, ഞാൻ എൻ്റെ കൽപ്പന 10,000 ഇതായിട്ട് എഴുതിക്കൊടുത്താലും ഇതൊന്നും ഒരു കാര്യമാക്കുന്നില്ല. ഇപ്പം നമ്മളുടെ അടുത്തുള്ള ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഒരു ഉപദേശിയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഒരാളോ ഇത് മനസ്സിലാക്കി തരികയാണ്, ഇത് ദൈവത്തിൻ്റെ വചനമാണ്, നമ്മളിത് കേൾക്കണം, നമ്മളിത് അനുസരിക്കണം എന്ന് 10,000 പ്രാവശ്യം കേട്ടാലും ഇത് ചെവിയിലോട്ട് പോകുന്നില്ലല്ലോ, മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ദൈവം ചിലരെക്കുറിച്ച് ഭാരപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, കരയുന്ന ഹാർട്ടാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നോക്കാം, ഒന്നുകൂടെ വായിക്കാം. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവന് 10,000 കൽപ്പനയായി എഴുതി കൊടുത്താലും അവ അപൂർവ കാര്യമായി എണ്ണപ്പെടുന്നു. അത് കാര്യമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അവർ എൻ്റെ അർപ്പണയാഗങ്ങളെ അറുത്ത് മാംസം തിന്നുന്നു, എന്നാൽ യഹോവ അവയിൽ പ്രസാദിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ചെയ്യുന്നത് കൊണ്ട് എന്ത് പ്രയോജനം എന്ന് നമ്മൾ ചിന്തിക്കണം. ദൈവം പ്രസാദിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ദൈവം പ്രസാദിക്കുന്നതിൽ നമ്മൾ വില കൊടുത്ത് നമ്മളുടെ ജീവിതത്തിൽ അത് ചെയ്യണം. പ്രസാദിക്കാത്ത ഏത് കാര്യമായിരുന്നാലും അത് ആര് പറഞ്ഞാലും അതിൽ നിന്ന് മാറി നിൽക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക, അതാണ് നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. ഇനിയും നമ്മൾ നോക്കുന്നത് 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾക്ക് നോക്കാം. 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം:
അവിടെ വെച്ചിരിക്കുന്നത്, എബ്രയും മരുക്കമുള്ളതും ധാന്യം മെതിപ്പാൻ ഇഷ്ടപ്പെടുന്നതുമായ പശുക്കിടാവാകുന്നു ഞാൻ. അതിൻ്റെ ഭംഗിയുള്ള കഴുത്തിൽ നുകം വയ്ക്കും. ഞാൻ എബ്രൈമിനെ നുകത്തിൽ പിണയ്ക്കും. യഹൂദ ഉഴുകയും യാക്കോബ് കട്ട ഉടയ്ക്കുകയും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഈ ജനം, ഇസ്രായേൽ ജനം, ഒരു ഭംഗിയുള്ള കാളക്കിടാവ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതായ ഒരു താലോലിക്കുന്ന ഒരു കാളക്കിടാവ് എന്നുള്ളതായ ഒരു ചിത്രം നമുക്ക് മനസ്സിലാക്കി വെക്കുകയാണ്. അന്നത്തെ കാലത്ത് ജനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നവരായിരുന്നു. കാളക്കിടാക്കളെയൊക്കെ യാഗത്തിന് വേണ്ടിയൊക്കെ വളർത്തുന്നവരായിരുന്നു, കൃഷിക്ക് വേണ്ടി വളർത്തുന്നവരായിരുന്നു, ഉഴുതുവാൻ വേണ്ടി വളർത്തുന്നവരായിരുന്നു. അവർക്ക് മനസ്സിലാകുന്ന ഭാഷ. ഇപ്പോൾ ഭംഗിയുള്ള കാളക്കിടാവാണെങ്കിൽ തന്നെയും ദൈവം പറയുകയാണ്, ഞാനതിൻ്റെ കഴുത്തിൽ ഒരു നുകം വയ്ക്കാൻ പോവാം. അപ്പോൾ ഇസ്രായേലും ഭംഗിയുള്ളതായ ഒരു കാളക്കിടാവ് പോലെ സ്വാതന്ത്ര്യമായിട്ട് നടക്കുന്നു, അവന് ഇഷ്ടമുള്ളതൊക്കെ ചാടി നടക്കുന്നു. എന്നാൽ നിന്നെ അങ്ങനെ ചാടി നടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിൻ്റെ കഴുത്തിലൊരു നുകം വെക്കുക. നുകം, കയറല്ല കിട്ടുന്നത്, നുകം വെക്കുക എന്ന് പറഞ്ഞാൽ ഈ കണ്ടത്തിലൊക്കെ ഉഴുന്നതായ കാളകളുടെ കഴുത്തിലൊരു നുകം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാസ്റ്റർ പറയുന്നവിടെ മാത്രമേ ഭാരം വലിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അവരുടെ ഒരു സ്ലേവായിട്ട് ഈ മൃഗമായിത്തീരുന്നു. അതുപോലെ നീ ആകുവാനായിട്ട് പോവുകയാണ്, അശ്വരിലേക്ക് കടന്നുപോയി എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്, പ്രൈസ് ലോർഡ്. നുകമെന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ നുകമാണ്, കേഴ്സിൻ്റെ നുകമാണ്. നമ്മളുടെ ജീവിതത്തിലുള്ളതായ നുകങ്ങൾ ശത്രു എല്ലായ്പ്പോഴും വെച്ചുകൊണ്ട്, ശത്രു നമ്മെ കൺട്രോൾ ചെയ്യുവാൻ വേണ്ടി, അവൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശത്രുവിൻ്റെ നുകത്തെ തകർത്തവനാണ് എന്നുള്ളത് മനസ്സിലാക്കണം. 11-ന്റെ 3-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത്, ഞാൻ എബ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു, ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിൽ എടുത്തു, എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കിയെന്ന് അവർ അറിഞ്ഞില്ല. മനുഷ്യപാശങ്ങൾ കൊണ്ട്, സ്നേഹബന്ധനങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവരെ വലിച്ചു. അവരുടെ താടിയെല്ലിന്മേലുള്ള നുകം നീക്കിക്കളയുന്നതിനെ പോലെ ഞാൻ അവർക്ക് ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മളുടെ പഴയകാല ജീവിതത്തേക്ക് നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഈ ഹോശയ്യായുടെ പുസ്തകം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറയുകയുണ്ടായി, ഹോശയ്യായുടെ ഒരു കുടുംബജീവിതം, ഒരപ്പൻ്റെ ജീവിതം, അപ്പൻ്റെ ഹൃദയം, അമ്മയുടെ ഹൃദയം, മക്കളുടെ ഹൃദയം, അതൊക്കെ ഒന്ന് വരച്ച് കാട്ടിയിട്ടാണ് ദൈവം ഇവിടെ ഈ കാര്യം പറയുന്നത്. ഒരു അപ്പൻ തൻ്റെ കുഞ്ഞിനെ ചെറുപ്രായത്തിൽ തന്നെ കൈകളിൽ എടുത്ത് വഹിച്ച് അവനെ നടക്കുവാൻ വേണ്ടി അനേകം മണിക്കൂറുകളും ദിവസങ്ങളും വർഷങ്ങളും ചെലവഴിച്ച് പഠിപ്പിച്ച് കഴിയുമ്പോൾ, അവൻ വളർന്നു വരുമ്പോൾ അത് ഓർക്കുമോ? ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ദൈവം നമ്മെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി പറയുന്നതായ കാര്യം നമ്മൾ മനസ്സിലാക്കുക. 3-ാമത്തെ വാക്യം, ഞാൻ എബ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ നടക്കാൻ അറിയത്തില്ലായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ കരം പിടിച്ച് നമ്മെ നടക്കുവാൻ ശീലിപ്പിച്ചു, സമയം എടുത്ത് ശീലിപ്പിച്ചു. ആ സ്നേഹത്തോടു കൂടെ, ഒരു പിതാവിൻ്റെ സ്നേഹത്തോടു കൂടെ ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിൽ എടുത്തു. ദൈവം, പരിശുദ്ധനായ ദൈവം, സർവശക്തനായ ദൈവം തൻ്റെ കരങ്ങളിൽ അവരെ വഹിച്ചു. ആ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് ഇവിടെ കാണുന്നത്. എൻ്റെ ഭുജങ്ങളിലെടുത്തു, എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്ന് അറിഞ്ഞില്ല. അവരുടെ രോഗക്കിടക്കയിൽ അവർക്ക് സൗഖ്യമില്ലാതെ ഇരുന്നപ്പോൾ ഞാൻ അവരെ സൗഖ്യമാക്കി, എങ്കിലും അവരത് അറിഞ്ഞില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയഭേദകമായ ദുഃഖമാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. നമ്മൾക്ക് ഒരു സൗഖ്യം വരുവാൻ വേണ്ടി ഒരാൾ നമ്മളെ ട്രീറ്റ് ചെയ്ത് വളരെ സമയം ചെലവഴിക്കുകയും പണം ചെലവഴിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ അവരോട് നന്ദിയുള്ളവരായിരിക്കണം. അവരെ കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ. അവർ അത് അറിഞ്ഞില്ല, അവരെ ഞാൻ സൗഖ്യമാക്കി എന്ന് അറിഞ്ഞില്ല എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മനുഷ്യപാശങ്ങൾ കൊണ്ട്, സ്നേഹബന്ധനങ്ങൾ കൊണ്ട്
തന്നെ ഞാൻ അവരെ വലിച്ചു. അപ്പോൾ ആ സ്നേഹബന്ധനം കൊണ്ട് നീ ഇങ്ങോട്ട് വിടാതെ അവരെ വലിച്ചു, അടുപ്പിച്ച് ചേർത്ത് പിടിച്ചു എന്നാണ് പറയുന്നത്. അവരുടെ താടിയലിന്മേലുള്ള നുകം നീക്കിക്കളയുന്നതിനെ പോലെ ഞാൻ അവർക്കായിരുന്നു. അവരുടെ സ്ഥിതി, ഇസ്രായേലിൻ്റെ സ്ഥിതി എന്ന് പറയുമ്പോൾ, മിസ്രൈമിൽ നമ്മൾക്കറിയാം ഫറവോൻ്റെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ ഇവിടെ ഒരു ഉപമ പറഞ്ഞിരിക്കുന്നത് ഒരു മത്സ്യം, ഒരു മത്സ്യത്തിൻ്റെ താടിയെല്ലിൽ ഒരു ചൂണ്ട കോർത്തിട്ട് അത് കോരിയെടുക്കുമ്പോൾ ആ വെള്ളത്തിൽ നിന്നും മത്സ്യത്തെ പിടിച്ച് പൊക്കിയെടുത്താൽ എത്രമാത്രം വെപ്രാളവും വേദനയും പ്രാണവേദനയുമാണ്. അങ്ങനെയുള്ളതായ താടി എല്ലിൻ്റെ മേലുള്ള ഒരു നുകം കയറ്റിവെച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു ഫറവോൻ അവർക്ക് കൊടുത്തിരുന്നത്, ശത്രു കൊടുത്തിരുന്നത്. അല്ലെങ്കിൽ അതിന് തുല്യമായി പറഞ്ഞാൽ പിശാച് ജനങ്ങളെ ആ രീതിയിലാണ് നുകം വെച്ച താടിയലിൻ്റെ മേൽ കൊളുത്തിക്കൊണ്ടാണ് തൻ്റെ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ അതിൽ നിന്ന് അവരെ വിടുവിക്കുന്നത് നമ്മളുടെ കർത്താവ് മാത്രമാണ്. ശത്രുവിൻ്റെ നുകത്തിൽ നിന്നും, നുകമെന്ന് പറയുന്ന വാക്ക് ഈ പുസ്തകത്തിൽ പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ശത്രുവിൻ്റെ നുകത്തിൽപ്പെടാതെ, ചൂണ്ടയിൽപ്പെടാതെ നമ്മളെ ഫ്രീ ആയിട്ട് ദൈവവചനത്തിൻ്റെ ശക്തിയോടും ദൈവവചനത്തിലും ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകണം എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 11-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: എബ്രഹീമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ഇസ്രായേലെ, ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? അവിടെ ഇസ്രായേലിൻ്റെ ചരിത്രം നോക്കുമ്പോൾ, അവരുടെ അന്നത്തെ ജീവിത രീതികൾ നോക്കുമ്പോൾ അടുത്ത ജാതികളുടെ രാജ്യം ഇവിടേക്ക് കടന്നു വന്ന് അവരെ ഈ താടിയലിൻ്റെ മേൽ ഈ നുകം വെച്ചുകൊണ്ട് പോകുന്നത് പോലെ പ്രവാസികളായിട്ട് കൊണ്ടുപോകാനുള്ളതായ കാലം വരുവാനായിട്ട് പോകുന്നു. അത് കണ്ടുകൊണ്ടാണ് ദൈവം മുന്നമേ പറയുന്നത്: എബ്രഹീമേ, ഞാൻ എങ്ങനെ നിന്നെ വിട്ടുകൊടുക്കും? ഇത്രമാത്രം ഞാൻ സ്നേഹിച്ചു, ഒരു മകനെ പോലെ വളർത്തി, സൗഖ്യമാക്കി, നടപ്പാൻ ശീലിപ്പിച്ചു, നീ നല്ല നിലയിലാക്കി, നിന്നെ ഞാൻ ശത്രുവിന് എങ്ങനെ വിട്ടുകൊടുക്കും? ഹൃദയഭേദകമായ ഒരു ചോദ്യം. ഇസ്രായേലേ, ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? എങ്ങനെയാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്നുള്ളതായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇത്രയുമൊക്കെ സംസാരിച്ചിട്ടും അവർക്ക് യാതൊരുവിധമായ മനസ്സിന് മാറ്റം വരുന്നില്ല. വിഗ്രഹങ്ങളെ സേവിക്കുന്നതിൽ ആശ്രയിച്ചുകൊണ്ട് അവർ മുൻപോട്ട് പോകുന്നതായ ചിത്രമാണ് നമുക്ക് അന്നത്തെ കാലത്തെ ചിത്രം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് ഇങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്: ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും, എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. അപ്പോൾ ദൈവത്തിനറിയാം, ഈ ഇസ്രായേൽ മക്കൾ ദൈവകോപം മൂലം അവർ അശ്ശൂരിലേക്ക് കടന്നു പോകും, പ്രവാസികളായിട്ട്. ഒടുവിൽ ബാബേലിൻ്റെയും പ്രവാസികളായി തീരുന്നു. എന്നിട്ട് അവിടെ നിന്നും അവരെ ഞാൻ മടക്കിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ദൈവം ഇവിടെ ജനങ്ങളോട് പറയുന്നത്: ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എങ്ങനെയാണ് ചികിത്സിക്കുന്നത്? ഈ ദേവന്മാരെ അല്ലെങ്കിൽ ആ ബിംബത്തെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ പോയി നിങ്ങൾ അങ്ങോട്ട് ആരാധിക്കുക, 70 വർഷം അവിടെ പോയി ബിംബത്തെ ആരാധിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊരു ശിക്ഷയായിട്ടാണ് വിട്ടത്. അതൊരു ചികിത്സയായിരുന്നു. അവിടെ വെച്ച് അവർ ചില കാര്യങ്ങളൊക്കെ പഠിച്ചു. നമ്മളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നും ഈ ഐഡൽ പോലെ അല്ലെങ്കിൽ ഈ ബിംബം പോലെയല്ല നമ്മളുടെ ദൈവമെന്നും അവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. അപ്പോൾ പിന്മാറ്റത്തിലിരിക്കുന്നവർ തിരിച്ചു വരണം. എത്രയും താമസിക്കുന്നു അത്രയും നാൾ ആ താടിയലിൻ്റെ മേലുള്ള നുകം ശത്രു വെച്ചുകൊണ്ടിരിക്കും. നമ്മൾ പിന്മാറ്റത്തിൽ നിന്നും തിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചാൽ എന്താണ്? സൗഖ്യമാക്കും. എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. അപ്പോൾ ആ ശത്രുവിൻ്റെ കൈകളിൽ നിന്നും വിടുവിച്ച് ഞാൻ അവരെ കൊണ്ടുവരും. എന്നിട്ടൊരു ഔദാര്യമായ എൻ്റെ സ്നേഹം അവർ അനുഭവിക്കും. ഈ തെറ്റുകളൊക്കെ ചെയ്തെങ്കിൽ തന്നെയും അതിൽ നിന്നൊക്കെയും അനുതപിച്ച് ദൈവത്തെ ഔദാര്യമായി സ്നേഹിക്കുന്ന ഒരു കൂട്ടരായിട്ടാണ് നമ്മൾക്ക്
ഇസ്രായേലിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 13-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാനല്ലാതെ ഒരു രക്ഷിതാവ് ഇല്ലല്ലോ, ഞാൻ മരുഭൂമിയിൽ ഏറ്റവും വരണ്ട ദേശത്ത് തന്നെ നിന്നെ മേയിച്ചു. അപ്പോൾ നമ്മളുടെ കർത്താവായ ദൈവം മാത്രമേ ഉള്ളൂ രക്ഷിതാവായിട്ട് നമുക്ക് ഉള്ളത്. ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ഒരു മലയുടെ 4 വശത്തു നിന്നും എങ്ങോട്ട് ചെന്നാലും, അല്ലെങ്കിൽ ഏതെല്ലാം റിലീജിയനിൽ കൂടെ ആയാലും ഒരു മലയുടെ മണ്ടയ്ക്ക് ചെന്നാൽ മതി എന്നുള്ളതായ പഠിപ്പിക്കലല്ല. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലെങ്കിൽ ഏക വഴി മാത്രമേ ഉള്ളൂ. ഇവിടെ ദൈവം വീണ്ടും പറയുകയാണ്, ഞാനല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല. മറ്റ് ലോക നേതാക്കൾ, മറ്റ് മത നേതാക്കൾ രക്ഷിതാക്കൾ എന്ന് പറയുന്നുവെങ്കിൽ തന്നെയും അവരൊക്കെ പറയുന്നത് നിങ്ങൾ പോയി രക്ഷ പ്രാപിക്കുക, നിങ്ങൾ പോയി പ്രവൃത്തി ചെയ്ത് രക്ഷ കണ്ടെത്തുക എന്നാണ്. എന്നാൽ യേശു പറയുന്നത്, എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാനാണ് രക്ഷിതാവ്, എന്നിൽ കൂടെ രക്ഷ ഉണ്ട് എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ഒടുവിലത്തേക്ക് സമയത്തേക്ക് വരികയാണ്. ഇവിടെ എന്താണ്? പിന്മാറ്റത്തിരിക്കുന്ന ഒരു ജനമാണ് ഇസ്രായേൽ. ആ സമയത്ത് അവരെ ദൈവം ചികിത്സിക്കും. ആ ചികിത്സ ചിലപ്പോൾ വളരെ വേദനാജനകമായിരിക്കും. നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. സിംഹം കടിച്ചു കീറുന്നത് പോലെയുള്ളതായ ആ വേദനകളൊക്കെ ഉണ്ടാകും. ദൈവത്തിൻ്റെ അനുവാദത്തോടും ദൈവത്തിൻ്റെ അറിവോടും കൂടെയാണ് സംഭവിക്കുന്നത്. എന്നിട്ട് ദൈവം അല്പസമയത്ത് മാറിയിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും. അത് അവരുടെ ജീവിതത്തിലുണ്ടായി. 70 വർഷം കഴിഞ്ഞപ്പോൾ അവരെ തിരിച്ച് കൊണ്ടിരുന്നതായിട്ട് കാണുന്നു. ദൈവം അവരെ ഔദാര്യമായി സ്നേഹിക്കുന്നതായിട്ട് നമ്മൾക്ക് ഇവിടെയും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മളുടെയും ജീവിതത്തിൽ നമ്മളെ ഔദാര്യമായി ദൈവം സ്നേഹിക്കണമെങ്കിൽ നമ്മളുടെ പിന്മാറ്റത്തിൽ നിന്നും തിരിഞ്ഞു വന്നിട്ട് ദൈവത്തിൻ്റെ ആലോചന നമ്മൾ മനസ്സിലാക്കണം. ഒടുവിലത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നത് 14-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ്. ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനി ആര്? ഇത് അറിവാൻ തക്ക വിവേകി ആര്? യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലയോ? നീതിമാന്മാർ അവയിൽ നടക്കും, അതിക്രമക്കാരോ അവയിൽ ഇടറി വീഴും. യഹോവയുടെ വഴി എല്ലായ്പ്പോഴും നമ്മളെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാനും യഹോവയുടെ വഴിയെക്കുറിച്ചാണ് പറയുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തിൽ നിന്നും ദൈവം തൻ്റെ ദാസന്മാരെ അയച്ച് യഹോവയുടെ വഴി ഇതാകുന്നു എന്ന് വചനത്തിൽ നിന്നും ഉള്ളതുപോലെ പറയുമ്പോൾ അത് നമ്മൾ ഗ്രഹിച്ച് അനുസരിച്ച് മുൻപോട്ട് പോയാൽ ദൈവത്തിൻ്റെ വഴിയിൽ കൂടെ നിത്യതയിലേക്ക് നമ്മൾക്ക് ചെല്ലുവാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത്, ഇത് അറിവാൻ തക്ക വിവേകി ആര്? യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയാണ്, നീതിമാന്മാർ അതിൽ കൂടെ കടക്കും. ഈ വചനത്തിൽ കൂടെ കടക്കും, വചനം പറയുന്ന വഴിയിൽ കൂടെ കടക്കും, യേശു എന്നുള്ളതായ വഴിയിൽ കൂടെ നടക്കും. അതിക്രമക്കാരോ അവയിൽ ഇടറി വീഴും. എന്നാൽ ഇതനുസരിക്കാത്തവർ, ഇത് ലിസൺ ചെയ്യാത്തവർ, അതിക്രമം ചെയ്യുന്നവർ, മറ്റ് ലോ അല്ലെങ്കിൽ നിയമങ്ങൾ, മറ്റ് വാദഗതികൾ, മറ്റ് ചിന്താഗതികൾ എടുത്തുകൊണ്ട് ഈ നിയമത്തെ അതിക്രമിക്കുന്നവർ എന്തു ചെയ്യും? അവർ ഇടറി വീഴും. ഒരു സമയത്ത് ഇടറി വീഴും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ രാജാവായി വരുമ്പോൾ സകല മുട്ടും അവൻ്റെ മുൻപിൽ മടങ്ങും. ആ സമയത്ത് അവർ ഇടറി വീഴും. ഇടറി വീണ് സാത്താന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്താണ് പറയുന്നത്? ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനി ആര്? നമ്മൾ യഹോവ ഭക്തി, ജ്ഞാനത്തിൻ്റെ ആരംഭം. ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഭക്തി ഉള്ളവരായിട്ട് നീതിമാന്മാർ അവയിൽ നടക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കും ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നടക്കാം. ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് മനസ്സിലാക്കാം. അതിൽ നമ്മൾക്ക് സന്തോഷം കണ്ടെത്താം. അതിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾക്ക് ഓരോ ദിവസവും കൈപിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. ആരെങ്കിലും പിന്മാറ്റത്തിലായിരിക്കുന്നതിൽ അവരുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് അടുത്ത് ചെല്ലുമ്പോൾ ഔദാര്യമായിട്ട് സ്നേഹിക്കുന്ന ഒരു കർത്താവാണ് എന്ന് അവൻ മനസ്സിലാക്കിയതുപോലെ നമ്മളെയും ഔദാര്യമായി സ്നേഹിക്കുന്നതായ കർത്താവാണ്. യേശു പത്രോസിനോട് ഒരു ചോദ്യം ചോദിച്ചു, നീ ഇവയിൽ അധികമായി
എന്നെ സ്നേഹിക്കുന്നുവോ? നീ ഈ മീനേക്കാൾ അധികമായി, ഈ ലോകത്തിലുള്ളതായ അനുഗ്രഹങ്ങളെക്കാൾ അധികമായി, ലോകത്തിലുള്ളതായ ഈ വള്ളത്തേക്കാൾ അധികമായിട്ട്, ലോകത്തിലുള്ള ഇതിൻ്റെ ചുറ്റുപാടുമുള്ള മറ്റ് പല കാര്യങ്ങളെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ആ ചോദ്യം തന്നെ നമ്മളോട് ഓരോടും ചോദിക്കുന്നുണ്ട്. നീ ഇവരിലധികമായി അല്ലെങ്കിൽ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അങ്ങനെയുണ്ടെങ്കിൽ യു ഫോളോ മീ എന്നാണ് പത്രോസിനോട് പറഞ്ഞത്. നമ്മളോടും അങ്ങനെ തന്നെയാണ് ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ അനുശാസിക്കുന്നത്. മടങ്ങി വരിക, ദൈവത്തോട് കൂടെ നടക്ക എന്നുള്ളതായ ദൈവത്തിൻ്റെ വചനമാണ് ഇവിടെ നമ്മൾക്ക് കേൾക്കുവാനായിട്ടുള്ളത്. അങ്ങനെ ഇന്ന് നമ്മൾ പഠിച്ചതായ ഹോശേയ പ്രവചനം എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ മെസ്സേജ് ഓഫ് പവർഫുൾ ലവ് ആൻഡ് ഫോർഗിവ്നെസ് ഓഫ് ഗോഡ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹവും ദൈവത്തിൻ്റെ അഗാധമായ ക്ഷമയും ദീർഘക്ഷമയും ഈ വചനത്തിൽ കൂടെ നമ്മൾക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. അതനുഭവിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ ക്രിസ്തുവിൽ സുരക്ഷിതരാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ ദൈവത്തിൻ്റെ വചനം കഴിയുമെങ്കിൽ നമ്മൾ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമ്മൾക്ക് അടുത്ത ബുക്ക് പഠിക്കാവുന്നതാണല്ലോ. ഗോഡ് ബ്ലെസ് യു.